ബാംഗ്ലൂർ ഡേയ്സ് വീഡിയോസ് കണ്ട് മടുത്തോ? അതായത് ഞങ്ങൾ മൂന്നുപേരും വല്ലപ്പോഴാണല്ലോ കൂടുന്നത്. അപ്പോൾ ഞാൻ മാക്സിമം എല്ലാ ദിവസവും വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞങ്ങൾ വന്നിരിക്കുന്ന ഈ സ്ട്രീറ്റിൻ്റെ പേര് കമ്മനഹള്ളി എന്നാണ് കേട്ടോ. ചേച്ചിയുടെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഏകദേശം ഒരു 10 മിനിറ്റ് ദൂരം ഇങ്ങോട്ടേക്കേ ഉള്ളൂ. അപ്പം ഞങ്ങളൊരു ഈവനിങ് സമയത്ത് ഇറങ്ങിയതാണ്. രാത്രിയാണ് കേട്ടോ തിരിച്ചു പോയത്. നല്ല ലൈവായിട്ടുള്ള ഒരു സ്ട്രീറ്റാണ്. ക്ലോത്തിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര കുറവാണ്. നല്ലപോലെ ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ട് കുറേ ഫുഡ് ഐറ്റംസ് ഒക്കെ ആയിട്ട് അങ്ങനെ വൈബ് ചെയ്യാൻ പറ്റിയൊരു സ്ട്രീറ്റ് ആട്ടോ കമ്മനഹള്ളി. അപ്പോൾ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു നൈറ്റൊക്കെ സ്പെൻഡ് ചെയ്യാൻ അടിപൊളിയായിരിക്കും. ഞങ്ങൾ കുറച്ച് ചാമ്പക്കയും പേരക്കയും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ നമ്മൾ സാധാരണ കണ്ടുവരുന്ന മാക്സ്, ട്രെൻഡ്സ്, സ്റ്റുഡിയോ ഒക്കെ ഇല്ലേ, അതുപോലത്തെ കുറേ ഒരു ബിൽഡിങ്ങും ഷോപ്പും അങ്ങനത്തെ ഒരു കോപ്പി പേസ്റ്റ് ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത്. കുറച്ച് നേരം നടന്ന് ക്ഷീണിച്ച് കഴിഞ്ഞപ്പം ഞങ്ങളൊരു ഐസ്ക്രീം കഴിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഇത് ബ്ലൂബെറി സോബർട്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിരുന്നു, കുറച്ച് പുളിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് അവർക്ക് രണ്ടുപേർക്കും കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ല. അത് മൊത്തം കഴിച്ചത് ഞാനായിരുന്നു കേട്ടോ. ചേച്ചിമാരാണെങ്കിൽ ഇത് ആ പനന്നൊങ്കിൻ്റെ ആൾക്കാരാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ മിക്കവാറും കിട്ടുന്നത് കുറച്ച് ഹാർഡായിട്ടുള്ള പനന്നൊങ്കാണ്. പിന്നെ ചേച്ചിയുടെ അമ്മയ്ക്കും പനന്നൊങ്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് നമ്മൾ പാഴ്സലും വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. നമ്മൾ മൂന്നുപേരും മാത്രമായിട്ടാട്ടോ ഷോപ്പിങ്ങിന് വന്നത്. ഇടയ്ക്ക് ഒന്ന് ചേച്ചിയുടെ ഹസ്ബൻഡ് വന്നു പോയായിരുന്നു വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ട്. അതല്ലാതെ ഞങ്ങൾ കംപ്ലീറ്റ് ഡേയ്സ് ഞങ്ങൾ മൂന്നുപേരും മാത്രമേ ഉണ്ടായുള്ളൂ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട്. കാരണം മറ്റുള്ളവർ നമ്മുടെ കൂടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് മടുത്ത് വെറുത്തു പോകും. കാരണം നമ്മൾ ഏകദേശം ഒരു ഷോപ്പിംഗ് രാവിലെ തുടങ്ങിക്കഴിഞ്ഞാൽ ഈവനിങ് അവസാനിക്കുള്ളൂ. അതുപോലെ അലഞ്ഞു തിരിഞ്ഞ് നടന്നാലാണ് ഞങ്ങൾക്ക് മൂന്നുപേർക്ക് സമാധാനമുള്ളൂ. ആ കാര്യത്തിൽ ഞങ്ങൾ മൂന്നുപേരും ഒരേ വൈബാണ് കേട്ടോ. ഇനി വേറെ ആരെങ്കിലും കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ അടി നമ്മൾ വാങ്ങേണ്ടി വരും. കാരണം അത്രയും നമ്മൾ വലപ്പിക്കും. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്കായിരുന്നു, അതായത് 3 പേരും കൂടി ആയിരുന്നു. 3 പേര് പോയി കഴിഞ്ഞാൽ ഡാഷായി പോകും എന്ന് പറയുന്നവരുണ്ട്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. ഞങ്ങൾ ജനിച്ചപ്പോൾ മുതൽ എല്ലായിടത്തും 3 പേരായിട്ടാണ് പോവാറുള്ളത്. പിന്നെ എന്ത് പ്രസക്തിയാണ് ആ പഴഞ്ചൊല്ലിനുള്ളത് എന്നാണ് ഞാനിങ്ങനെ ചിന്തിക്കുന്നത്. നിങ്ങൾക്ക് ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ ട്രയൽ ചെയ്ത് നോക്കാൻ മടിയാണെങ്കിൽ ഇതിങ്ങനെ നോക്കാം കേട്ടോ. ജസ്റ്റ് ഹാങ്ങർ കഴുത്തിക്കോടെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ നമുക്ക് മനസ്സിലാവും ആ ഡ്രസ്സ് നമുക്ക് ചേരുമോ എന്നുള്ളത്. ഇത് ഇയാൾ കണ്ടുപിടിച്ച മെത്തേഡാണ് കേട്ടോ ചേച്ചി. അപ്പോൾ എല്ലാവർക്കും ബൈ.